പ്രോയില്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇന്നലെ അറിയുന്ന ആൾക്കാർ ത്രൂ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച സമയത്ത് അവന് തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ച്, അല്ല പിന്നെ ലസന്താന്നാണ് എൻ്റെ പേര്. അല്ല ലസന്താന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, അവൻ്റെ മകനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അല്ല ഈ സെയിൽസ്മാൻമാരൊക്കെ എന്തെങ്ങനെ നമ്മളൊരു കൊറി കൊടുത്തിട്ട് അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എടുക്കണേ, നീ ഒന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്ത് വണ്ടിയാണ് ചോദിച്ചത്? ഞാൻ പറഞ്ഞു. ടൊയോട്ട കൊറോള. ഏത് വണ്ടിയാണ്? പുതിയത്. അതുകൊണ്ടാ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞായിരുന്നു? അല്ല, നമുക്ക് അതിനെക്കാട്ടി എന്തെങ്കിലും ബെറ്റർ ഡീൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവനോട് ചോദിച്ചത്. ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ബെറ്റർ ഡീൽ അങ്ങനെയുള്ള ചോദിച്ചാൽ മെയിൻലി ബേസിക്കലി സ്കാർപ്രോ ടൊയോട്ട നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബിസി സ്റ്റോറാണ്. ഒണ്ടാരിയോയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റോറാണ്. ഒണ്ടാരിയോയിൽ സെക്കൻഡ് ലാർജസ്റ്റ്. ഒണ്ടാരിയോയിൽ ഫസ്റ്റ് ലാർജസ്റ്റ് ആണ് ഡോൺ വാലി ടൊയോട്ട. മൊത്തം ഏഷ്യൻസ് ആവും. ഏഷ്യൻസ് വർക്ക് ചെയ്യുന്നത്. അല്ല, അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താന്നറിയോ, ഞാൻ ഓൾറെഡി അയാളെ മുട്ടിയത് കൊണ്ട് ഇവൻ പുതിയതാണ്. അപ്പൊ നമ്മള് അത് അങ്ങനെയുള്ള സംഗതികൾ എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അങ്ങനെ അതായത് ഇപ്പൊ ഞാൻ ഈ ചാറ്റിലൂടെ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഒരാളെ മുട്ടി അല്ലേ, ഇനി ഞാന് ചാറ്റിലൂടെ ഇവരോട് സംസാരിച്ചിട്ടല്ല അവിടെ പോയിട്ട് വേറൊരാളോട് ഈ ഓൺലൈൻ ചാറ്റിലൂടെ നമ്മൾ എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യല്ലോ. അത് ചെയ്തു. അപ്പോൾ കോള് വരും, ഒരു അപ്പോയിന്റ്മെന്റ് വിട്ട് നമ്മളവിടെ പോകും. അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവനെ മീറ്റ് ചെയ്തിട്ട് ഇൻ കേസ് കാർ എടുക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ആ കമ്മീഷൻ സ്പ്ലിറ്റ് ആവും. കമ്മീഷൻ സ്പ്ലിറ്റ് ആവും. അപ്പൊ നിങ്ങള് എന്റെ ഡീലർഷിപ്പ് ഒന്ന് ഒരുത്തനെ കണ്ടു, അവൻ ഭയങ്കര തിരക്കാം, ഒടിഞ്ഞ തിരക്കാന്ന് വിചാരിച്ചു. അവന് ഞാൻ വെറുതെ ഈച്ച കാട്ടിയിരിക്കാം. അപ്പൊ നിങ്ങൾ പറയുന്നത് ഓക്കെ, അവിടെയുള്ള ആളുകൾ ഓക്കെ, നീ കസ്റ്റമറിനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുതല്ലോ, നീ ഇത് ചെയ്തോന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ എഫേർട്ട് പകുതി ഉണ്ട് ഓൾറെഡി. കാരണം അവൻ കാറ് കുറച്ച് കാണിച്ചു അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്തല്ലേ നിങ്ങൾ ഡീലർഷിപ്പ് വരെ എത്തിയ, അവന്റെ എഫേർട്ടാണ്. എന്നിട്ട് ഇത് വരുമ്പോഴത്തേക്ക് അത് ഫെയർ സ്പ്ലിറ്റ് ആകും, കമ്മീഷൻ പാർട്ടി സ്പ്ലിറ്റ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു വലിയൊരു വണ്ടി എടുത്ത് നല്ല കമ്മീഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചൊക്കെ എന്റെ ചങ്ക് കത്തും കമ്മീഷൻ സ്പ്ലിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. അവൻ എന്റെ എഫേർട്ടിലാണ് പുള്ളി വന്നത്. പുള്ളി എടുക്കോ ഇല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വണ്ടി പൊട്ടൻഷ്യലായിട്ട് എടുക്കുന്ന ആളാണെന്ന് ആദ്യമേ എഴുതി വെച്ചിട്ടൊന്നുമല്ലോ. അതാണ് സ്പ്ലിറ്റ്. അത് സത്യമാണ്. അതിപ്പോ ഇവിടെ നിന്നല്ല, എല്ലാ ഡീലർഷിപ്പിലും ഏത് ഡീലർ, ടൊയോട്ട എന്നല്ല വേറെ ഏത് ഡീലർഷിപ്പും അങ്ങനെ സ്പ്ലിറ്റ് തന്നെ. ആ വഴിയാണ് മറ്റേ ഡൗൺ ടൗൺ പോലെ ബാക്കിലാണ്. ഓക്കെ. അപ്പം എന്താ അവിടെ പൊളിറ്റിക്സ് ഉണ്ടാവില്ല? ഏത് രീതിയിലാണ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നവർക്ക് കുറവായിരിക്കും വണ്ടി കിട്ടുന്നത്, വണ്ടി ആക്സസ് ഒക്കെ. മാനേജർമാരായിട്ടുള്ള ഡീലിംഗ് കുറച്ചുകൂടെ അടുപ്പം കൂടുതലായിരിക്കും കുറെ കൂടെ ഉള്ളവർക്ക്. കുറേ ഡീലുള്ളവർക്കാണെങ്കിലും ഭയങ്കര ബിസി ആയിരിക്കും. അവർക്ക് എപ്പോഴും പേയ്മെന്റ് ഫ്ലോ ഒക്കെ നല്ലോണം ഉണ്ടാവും. അവർക്ക് അവരെ നമുക്ക് പെട്ടെന്ന് ജോലിയിൽ നിന്ന് എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല. സെവറൻസ് പേ കൊടുക്കേണ്ടി വരും. സെവറൻസ് പേ നിങ്ങൾ അക്കൗണ്ട്സിലല്ലേ ഒരാളുടെ അടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ, ഒരാളെ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അയാൾ പൊട്ടൻഷ്യലി ജോലി കിട്ടുന്നില്ല അയാൾക്ക്. അപ്പം അയാൾ ജോലി കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മോർഗേജ് ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ജോലി കാരണമല്ലേ അയാളെടുത്ത് കളയാൻ കാരണം. അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് അവരെ കഴിവതും ഇങ്ങനെ ഡൗൺ ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകും. ഉള്ളിൽ തന്നെ ഡൗൺ ഗ്രേഡ് ചെയ്യും. പക്ഷെ അവനെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കളയത്തില്ല. അല്ലെങ്കിൽ സെവറൻസ് പേ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത്ര സെവറൻസ് വേറെന്തോ ഒരു പേരാ ഞാൻ കേട്ടത്. വേറെ പേരുണ്ടായിരിക്കും, പക്ഷെ ഇതാണ് ലീഗലി ഉള്ള ടേം. ഇതാണ് ലീഗലി അഡ്വക്കേറ്റുമാരുടെ അടുത്തായാലും സെവറൻസിന്റെ ഇതിന് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും. അത് ചിലവർക്കൊക്കെ 100K ഒക്കെ കൊടുക്കും. അറിയാം, സീരിയസ്ലി പറഞ്ഞത്. ഫൈനാൻസ് മാനേജർമാരെയൊക്കെ എടുത്ത് കളയുമ്പോഴേക്കും അവർക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര വലിയ ബൾക്ക് എമൗണ്ട് കൊടുത്താണ് എടുത്ത് കളയാൻ. ഇപ്പൊ അവര് ഇപ്പൊ നോർമലി അങ്ങനെ എടുത്ത് കളയുമ്പോൾ അവരൊന്നെങ്കിൽ പ്രഷർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ജോലി നിർത്തിപ്പിക്കാൻ നോക്കും. അതാണ് ഒന്നാമത്. അത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിൽ ഓക്കെയാണ്. എന്ന് വെച്ചാൽ നമുക്കൊന്നും അത്ര വലിയ ഹിറ്റ് കിട്ടുന്നില്ല. വലിയ മെയിൻ പൊസിഷൻ യൂസ് കാർ മാനേജർ, സെയിൽസ് മാനേജർ, ഫൈനാൻസ് മാനേജർ. ഇപ്പൊ എന്റെ ആയിരുന്നു സെയിൽസ് അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞാൽ എടുത്ത് കളഞ്ഞാൽ പറ്റത്തില്ല. കാരണം നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ പേ വരുന്നത് നല്ല പേ ആയിട്ട് വരും. നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല പേ വരും. ചിലപ്പോൾ മാനേജർമാർക്ക് ഇഷ്ടപ്പെടാണ്ടായിരിക്കും എടുത്ത് കളയാൻ നോക്കുന്നത്. വെറുതെ അങ്ങ് പിടിച്ചെടുത്തൊക്കെ കളയാൻ പറ്റത്തില്ല നാട്ടിലെ പോലെ. അപ്പൊ എന്തെങ്കിലും ചുമ്മാ പോകും, സൂചിയാണ് കമ്പനിയൊക്കെ, ചുമ്മാ സൂചിയാണ്, വെറുതെ കളിക്കണം. അതാ ലോ പഠിച്ചിരിക്കണം, ലോ പഠിച്ചിരിക്കണം. ഭയങ്കര
അല്ല പക്ഷെ സാധാരണ കമ്പനികൾ എന്തോ ഒരു 6 month പേ ഒന്നിച്ച് തരാം അങ്ങനെ എന്തൊക്കെ പറയില്ല. അതൊക്കെ ഓരോ കോൺട്രാക്ട് ബേസിൽ കളിക്കും. ഇപ്പം കമ്പനി കോൺട്രാക്ട് വെക്കുന്നു, അത് കമ്പനിയുടെ എംപ്ലോയിയും ബൈൻഡ് ചെയ്യും, എംപ്ലോയറിനെയും ബൈൻഡ് ചെയ്യണം. അങ്ങനെയല്ല കോൺട്രാക്ട് വരേണ്ടത്. നാളെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും കമ്പനി അയ്യോ ഇയാൾ ഇവിടെ വർക്ക് ചെയ്തല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഓക്കെ, മനസ്സിലായില്ല. അതുകൊണ്ടൊക്കെയാണ് എല്ലാത്തിനും കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത്. 100K എന്നൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത്രയൊന്നും അല്ല. ചില സമയത്ത് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഞാനൊരു ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഫൈനാൻസ് മാനേജർ ഇതുപോലെ പുള്ളി എന്നോട് ഞാൻ പറഞ്ഞെങ്കിൽ സംസാരിച്ചുകൊണ്ട് പുള്ളി ഇവിടെ അല്ല നേരത്തെ കമ്പനിയിൽ പുള്ളി പറഞ്ഞ് ഞാൻ ഫെബ്രുവരിയിൽ പോകും എന്ന് പറഞ്ഞു. ഫെബ്രുവരിയിൽ പോകും ഈ സ്ഥലമില്ലേ, ഈ സ്ഥലമാണ് അന്ന് ആ ട്രക്ക് കത്തി ബോംബ് പൊട്ടും പോലെ കത്തി ഇവിടെ ട്രക്ക് കത്തിപ്പോയി. ഞാൻ കേട്ടിട്ടില്ല. ഈ അടുത്താണ് എന്തായിരുന്നു നാട്ടിൽ കണ്ടെത്തിയത്? അതൊരു ഫ്യൂവൽ ടാങ്ക് ആയിരുന്നു. ഒന്നര ദിവസം ട്രാഫിക് തന്നെ. 1.5 ദിവസം ഇവിടെ കഴിഞ്ഞ വിന്ററിലോ? ഈ ഇടയ്ക്കുള്ള വിന്ററിന് തൊട്ട് മുന്നേ ആവുന്നുണ്ട്. കാണിച്ചുതരാം. Good evening. 1.5 ദിവസം ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ വലിയ ട്രാഫിക് ആണല്ലോ. The drive into Netta Durham region, it is a mess. Chopper 24 flying over top of the 401 for us this morning, where we had this collision involving a tractor-trailer rollover. It appears it was carrying some sort of recycled material. So you can see definitely a mess on the eastbound. So we'll continue our coverage in Pickering about that fiery crash on Highway 401 last night that has left 2 people dead. Let's head straight to the scene now, where Marianne Demain joins us with the latest. Good morning, Marianne. Hi, good morning, Kenneth. We are on the westbound side of the 401, where you can see behind me both directions remain closed this hour at the 401 and Brock, and it's all because of the fiery fatal collision that happened here last night. Take a look just underneath that bridge there. Not only is the bridge burnt out, but also underneath it, what you're looking at, that debris there, used to be a tanker truck. It is now just a burnt out shell. And as a result of this fiery crash, which also impacted an oncoming truck and also a passenger vehicle, 2 people are now confirmed dead. The sound of multiple explosions could be heard here at the scene and beyond. A massive fireball also shot up straight into the sky. You could see it not only here in Pickering, but also as far away as in Scarborough. It was kilometers away where witnesses reporting seeing that fire. Now, how this all happened is part of the investigation, but one theory police are looking into is that this may have been caused by initially a single crash involving only that tanker truck, which they believe was carrying some kind of flammable liquid. It may have hit the bridge somehow, burst into flames, and then that firewall and fiery debris then was sent into the oncoming westbound vehicles, including that truck, which was then engulfed in flames, followed by that passenger vehicle. Both people who were killed here were the drivers of each of those trucks. Here's more from someone who saw the big fire last night.